ഹലോ അസ്സലാമു ഞാൻ ലൈല ലത്തീഫ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മീൻ തല കറി വെക്കുന്നത് എങ്ങനെയാണെന്നാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂരമീനിൻ്റെ തലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. പല തരത്തിലും പല ടേസ്റ്റിലും വ്യത്യസ്തമായ രുചികളിലെല്ലാം ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ തയ്യാറാക്കുന്ന അതേ റെസിപ്പി തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് തീരെയും കറി വെക്കാൻ അറിയാത്തവർക്ക്, അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളെല്ലാം ഉണ്ടാവുമല്ലോ, തലക്കറിയൊന്നും വെക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 മീനിൻ്റെ തല എടുത്തിട്ടുണ്ട്. ചൂരമീനാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, അതായത് 2 സ്പൂണ് മുളക് പൊടി, പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉലുവ. ഈ 3 സാധനം കൂടി എടുത്തിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വറുത്തിട്ടെടുത്തിട്ടുണ്ട്. അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ട് അരച്ചിട്ടെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ, അതൊന്നും പൊതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വെള്ളം കിട്ടാൻ മതിയാവും. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഞാനൊരു കറി വെക്കാൻ ആവശ്യത്തിനുള്ള പാത്രം തീമേൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. നേർങ്ങനെ മുറിച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തത് നമുക്കത് ശരിക്കും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. വഴന്നു വരാൻ വേണ്ടി അത്ര വലിയ സമയമൊന്നും വേണ്ട. അത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ആ ഉള്ളി ഒന്ന് വഴന്നു വരുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു, അത് കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുള്ളതും, പിന്നെ ഒരു 5-6 വെള്ളുള്ളി പിന്നെ ചെറുതായിട്ട് മുറിച്ചതുമാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 സാധനം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ വെള്ളുള്ളി ഇഞ്ചിൻ്റെ എല്ലാം ഒരു പച്ച ചുവ മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വീണ്ടും ഞാൻ പറയാണ്, ഇത് തീരെയും കറി വെക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. പല തരത്തിൽ ആളുകൾ വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വെക്കുന്ന അതേ റെസിപ്പി തന്നെയാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്കൊരു മീഡിയം സൈസ് തക്കാളി ചെറുതായി മുറിച്ച് വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. അല്പസമയം പൊത്തി വെച്ചാൽ അത് ആ ചൂട് ആവിയിൽ നന്നായിട്ട് വെന്ത് കിട്ടും. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനൊരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ പരിസരത്ത് തന്നെ ഉണ്ട് ഒരുപാട് അമ്മമാരുണ്ട്. അവർക്ക് ഓരോരോ യൂട്യൂബിൽ തന്നെ ഇപ്പോൾ ടച്ച് ഫോൺ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ. അതിൽ ഓരോരോ റെസിപ്പി നോക്കിയിട്ട് പറയും ഇതെന്താ സാധനം അവർക്ക് അറിയുന്നുണ്ടാവില്ല. അതെല്ലാം ഫുള്ള് ഇംഗ്ലീഷിൽ തന്നെ പറയുന്നതുകൊണ്ട് അവർക്കൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ സാധാരണ വീഡിയോസ് ഇട്ടാൽ അവർക്കും കൂടി ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചു. തക്കാളി നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആഹാരം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ആ അരച്ച് വെച്ച മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ, ഈ 3 സാധനം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ആ എണ്ണയിലൊന്ന് വഴറ്റിയിട്ടെടുക്കണം കേട്ടോ. ഞാനൊരു 2-3 മിനിറ്റ് വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇടുന്നത് കുടംപുളിയാണ്. അത് നേരത്തെ വെള്ളത്തിൽ കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ
അപ്പോൾ ആ പുളിയും അതിലുണ്ടായിരുന്ന വെള്ളവും കൂടി ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ജാറ് കഴിയ വെള്ളവും അരവിന് ബാക്കി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. നേരത്തെ ഞാൻ ഒരു നുള്ളു ഉപ്പേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മീനിനും കറിക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പൊത്തി വെച്ച് നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പും പുളിയെല്ലാം പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തലയിട്ട് കൊടുക്കാം. ചൂരമീൻ്റെ തലയെന്ന് പറയുമ്പോൾ നമ്മൾ എത്ര കഴുകി വൃത്തിയാക്കിയാലും അതിൽ ആ രക്തം എന്തായാലും ഉണ്ടാവും. പിന്നെ ആ എടുത്ത് ഞാൻ ഒരു ചെറിയ സാധനം എടുത്തിട്ടുണ്ടായില്ലേ, അത് മീനിൻ്റെ തലക്കുള്ളിൽ ഇരിക്കുന്ന സാധനമാണ്. അതെനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിൽ ചേർക്കുന്നേ ഉള്ളൂ കേട്ടോ. കുത്തി വെച്ച് ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റോളം ഞാൻ തീമയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലയിൽ നമുക്ക് തിരിച്ച് കൊടുക്കാം. അപ്പുറത്തെ സൈഡും കൂടി എരിവും പുളിയെല്ലാം പിടിക്കണമല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റെല്ലാം ആയി. അപ്പോൾ മീൻ തലയെല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തലക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ. അറിയാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതാ ടേസ്റ്റി ആയിട്ടുള്ള തലക്കറി റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.